എല്ലാവർക്കും നമസ്കാരം. ഇന്ന് ഞാൻ പറയാൻ പോകുന്നത് കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഡക്റ്റ് ഇൻസ്റ്റാളേഷനാണ് പഠിച്ചത്. ഇന്ന് നമ്മൾ ഡക്റ്റ് ഇൻസുലേഷൻ്റെ ക്ലാസ്സാണ് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാൻ പോകുന്നത്. എന്താണ് ഡക്റ്റ് ഇൻസുലേഷൻ? ഡക്റ്റ് ഇൻസുലേഷൻ എന്ന് പറയുന്നത് അന്തരീക്ഷത്തിലുള്ള താപനില നിലനിർത്താൻ വേണ്ടി ഡക്റ്റിൻ്റെ പുറത്തുകൂടി ഉപയോഗിക്കുന്ന ആ ഒരു സിസ്റ്റത്തിനാണ് പറയുന്നത് ഡക്റ്റ് ഇൻസുലേഷൻ എന്ന് പറയുന്നത്. എങ്ങനെയാണ് നമ്മൾ ഇലക്ട്രിക്കലിൻ്റെ വയർ പുറത്തെ കൂടെ ഇൻസുലേഷൻ ചെയ്യുന്നത്? എന്തിനാണ്? അതിനകത്തെ കോപ്പറിൻ്റെ ഓരോ എന്താ പറയുക കണികകൾ അതിനെ പ്രൊട്ടക്റ്റ് ചെയ്തിട്ടാണ് ഇൻസുലേഷൻ ചെയ്തിരിക്കുന്നത്. അതേപോലെ തന്നെ ഡക്റ്റിനെ കവർ ചെയ്തുകൊണ്ടാണ് ഇൻസുലേഷൻ ചെയ്തിരിക്കുന്നത്. അതെന്തിനാണെന്ന് പറഞ്ഞാൽ അന്തരീക്ഷത്തിൻ്റെ താപനില നിലനിർത്താൻ വേണ്ടിയാണ് ഡക്റ്റ് ഇൻസുലേഷൻ ചെയ്യുന്നത്. അപ്പോൾ ഡക്റ്റ് ഇൻസുലേഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഡക്റ്റിൻ്റെ പ്രൊട്ടക്ഷൻ, അതായത് താപനില നിലനിർത്താൻ വേണ്ടിയിട്ട്. ഓക്കെ, ഇനി ഡക്റ്റ് ഇൻസുലേഷൻ എത്ര തരമുണ്ട്? ഒന്ന് റോൾ ഇൻസുലേഷൻ. രണ്ട് വരുന്നത് ഓരോ പീസുകളായിട്ട് വരുന്ന ഇൻസുലേഷനുണ്ട്. ബോർഡ് ഇൻസുലേഷൻ. അത് 25 mm വരുന്നുണ്ട്, 25 mm ഉണ്ട്, 50 mm ഉണ്ട്, 25 mm വരുന്നുണ്ട്, 50 mm വരുന്നുണ്ട്. അത് എവിടേക്കാണ് യൂസ് ചെയ്യുന്നത് ഞാൻ തനിയെ പറഞ്ഞിരിക്കാം. പിന്നെ വരുന്നത് ലൈനർ ഇൻസുലേഷൻ. ഇതൊക്കെ എവിടെയാണ് യൂസ് ചെയ്യുന്നത്, എങ്ങനെയാണ് യൂസ് ചെയ്യുന്നുള്ളത് ഞാൻ ഓരോന്നായിട്ട് പറഞ്ഞുതരാം. അപ്പോൾ നമ്മൾ പഠിക്കുന്നുണ്ടെന്ന് വെച്ചാൽ ആദ്യം റോഡ് ഇൻസുലേഷൻ്റെ തിക്നെസ് വരുന്നത് 25 mm. പിന്നെ ബോർഡ് ഇൻസുലേഷൻ വരുന്നത് 25-ൻ്റെ വരുന്നുണ്ട്, 50 mm വരുന്നുണ്ട്. അത് ഓരോ സൈറ്റിൻ്റെ വർക്കിനനുസരിച്ചിട്ടായിരിക്കും ഓരോന്ന് വന്നിരിക്കുന്നത്. ഇനി ഇത് എവിടേക്കാണ് യൂസ് ചെയ്യുന്നതെന്നൊക്കെ ഞാൻ വഴിയെ പറഞ്ഞുതരാം. മൂന്നാമത് വന്നിരിക്കുന്നത് ലൈനർ ഇൻസുലേഷൻ. ഈ ലൈനർ ഇൻസുലേഷൻ എവിടെയാണ് യൂസ് ചെയ്യുക എന്താണെന്നുള്ളത് പറഞ്ഞുതരാം. അപ്പോൾ ആദ്യം നമ്മൾ റോൾ ഇൻസുലേഷൻ്റെ കാര്യം പറയാം. ഓക്കെ, എന്താണ് റോൾ ഇൻസുലേഷൻ? റോൾ ഇൻസുലേഷൻ എന്ന് പറയുന്നത് ഡക്റ്റിനെ പ്രൊട്ടക്റ്റ് ചെയ്തിട്ട് അതിനെ ഇൻസുലേഷൻ ചെയ്യുന്നതിനാണ് പറയുന്നത് റോൾ ഇൻസുലേഷൻ. അതിൻ്റെ തിക്നെസ് എന്ന് വരുന്നത് 25 mm ആയിരിക്കും. ഒരു സൈഡ് അലുമിനിയം ഫോയിലായിരിക്കും, ഒരു സൈഡ് ഫൈബർ ഗ്ലാസിൻ്റെ റോളായിട്ട് ഇങ്ങനെ അതിനകത്ത് മെഷീനിൽ പ്രിൻ്റ് ചെയ്തിട്ട് വന്നിരിക്കുകയാണ്. ഒരു സൈഡ് അലുമിനിയം ഫോയിലും ഒരു സൈഡ് ഫൈബർ ഗ്ലാസിൻ്റെ ഇതുമായിട്ട് പ്രിൻ്റ് ചെയ്തിട്ട് മെഷീനിൽ റോളായിട്ട് വരുന്നതാണ്. അപ്പോൾ അത് നമ്മൾ എങ്ങനെയാണ് കട്ട് ചെയ്ത് യൂസ് ചെയ്യുക എന്നുള്ളതാണ് ആദ്യം ഫസ്റ്റ് പറയാൻ പോകുന്നത്. ഇപ്പം ഞാൻ ഒരു ഉദാഹരണം പറയാം. 500 × 200 ലെങ്ത്, 1 meter 200 ലെങ്ത്, വിത്ത് ഹൈറ്റ് ലെങ്ത് 500 എന്ന് ഉദ്ദേശിക്കുന്നത് വിത്ത്, 200 എന്നിരിക്കുന്നത് ഹൈറ്റ്, ഇത് ലെങ്ത്.
ഞാൻ കഴിഞ്ഞ ഡക്റ്റിൻ്റെ ക്ലാസ്സിൽ പറഞ്ഞിരിക്കുന്നുണ്ട് എല്ലാ ഡക്റ്റിൻ്റെയും ആവറേജ് ഒരു ലെങ്ത് വരുന്നത് 1 മീറ്റർ 200 mm ആയിരിക്കും. അതെല്ലാ ഫുൾ ഡക്റ്റിൻ്റെയും പീസുകൾ അങ്ങനെയായിരിക്കും വരിക. അപ്പോൾ ഇത് നമ്മൾ മനസ്സിലാക്കൊണ്ടാവണം. അപ്പോൾ ഈ ഇൻസുലേഷൻ്റെ റോൾ എന്ന് വരുന്നത് അതിൻ്റെ വീതി വരുന്നിരിക്കുന്നത് പിന്നെ 1 മീറ്ററിലായിരിക്കും അതിൻ്റെ വീതി. ഓക്കെ, ഇൻസുലേഷൻ്റെ വീതി 1 മീറ്റർ 1,200 mm വരെ വരുന്നുണ്ട്. അത് ചില കമ്പനികളിൽ 1 മീറ്റർ വരുന്നുണ്ട്, ചില കമ്പനികളിലൊക്കെ 1,200 mm വരെ അതിൻ്റെ വീതി വരുന്നുണ്ട്. അപ്പം നമ്മളുടെ ഇത് ഒരു ഇൻസുലേഷൻ ചെയ്യുമ്പം ഇപ്പോൾ 500, 200, 1400 ഒരു ഡക്റ്റ് അളവ് ഇൻസുലേഷൻ എങ്ങനെ നമ്മൾ കട്ട് ചെയ്യുക? അപ്പോൾ 500 പ്ലസ് 200 പ്ലസ് വീണ്ടും 500 പ്ലസ് 200, അപ്പോൾ ടോട്ടൽ എത്രയായി? 500, 200, 700, 500, 1200 പ്ലസ് 1400. അതിൻ്റെ മൊത്തം റൗണ്ട് വന്നിരിക്കുന്നത് 1400. അപ്പം നമ്മൾ ഈ 1400 കട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുമോ? ഒരു റോളിൽ നിന്ന് 1400 കട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇതിൻ്റെ ഇൻസുലേഷൻ ചെയ്യാൻ പറ്റില്ല. അപ്പോൾ നമ്മൾ എന്ത് വേണം? ഒരു പ്ലസ് 70 mm എക്സ്ട്രാ കൂട്ടി കട്ട് ചെയ്യണം. നമ്മളിങ്ങനെ റോള് ചെയ്ത് വരുമ്പോഴും നമുക്ക് പിന്നെ ഈ ഡക്റ്റിന് ഇൻസുലേഷൻ ചെയ്യാൻ ഇത് കിട്ടില്ല. കാരണം 500 പ്ലസ് 200 പ്ലസ് 500 പ്ലസ് 200 ടോട്ടൽ വരുന്ന 1400. 1400 ഡക്റ്റിന് നമ്മൾ ഇൻസുലേഷൻ ആ അളവിൽ കട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇൻസുലേഷൻ ചെയ്യുമ്പോൾ ഒരു 50 mm 60 mm ഷോർട്ട് വരും. ഇങ്ങനെ ചുറ്റി വരുമ്പോൾ അതിൻ്റെ ഷോർട്ട് വരും. അപ്പോൾ എന്ത് വേണമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളൊരു 70 mm എക്സ്ട്രാ അഡീഷണലായിട്ട് എടുക്കണം. ഇൻ കേസ് ഒരു 10 mm അധികം വന്നാൽ നമുക്ക് കട്ട് ചെയ്ത് കളയാൻ പറ്റും. അത് കുറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് പിന്നെ ജോയിൻ്റ് അടിച്ച് 1 സെൻറ്റി 2 സെൻറ്റിയൊക്കെ ജോയിൻ ചെയ്ത് വളരെ മിസ്റ്റേക്കാണ്. ആ വർക്ക് അത്ര ഗുണമുണ്ടാവില്ല. അതുകൊണ്ട് നമ്മൾ എന്ത് വേണമെന്ന് വെച്ച് കഴിഞ്ഞാൽ എപ്പോഴും ഒരു 500 വരെയല്ലേ ഒരു 70 mm പിന്നെ എബവ് 600 മുതൽ 800 വരെയുള്ളതിനാണെങ്കിൽ നമുക്ക് ഒരു 100 mm എക്സ്ട്രാ ഇൻസുലേഷൻ കൂട്ടി കട്ട് ചെയ്യണം. എങ്കിൽ മാത്രമേ നമുക്കിങ്ങനെ റോൾ ചെയ്ത് വരുമ്പോൾ അത് എത്തത്തുള്ളൂ. അപ്പോൾ ഇതെല്ലാവരും മനസ്സിലാക്കിയിരിക്കണം. ഇനി നമുക്ക് ഇൻസുലേഷൻ ചെയ്യാൻ വേണ്ടി അതിന് എന്തൊക്കെയാണ് ആവശ്യം? ഒന്ന് ഗ്ലൂ എന്ന് പറയും. ഓക്കെ, ഈ ഡക്റ്റിനെ പിന്നെ ഒട്ടിപ്പിടിക്കാൻ വേണ്ടിയിട്ട്, അതായത് ഈ ഇൻസുലേഷൻ കവർ ചെയ്യുന്ന സമയത്ത് ഈ ഡക്റ്റിൻ്റെ പുറത്തുകൂടി നമ്മൾ ഇങ്ങനെ ബ്രഷ് കൊണ്ട് തേച്ചിട്ട് വേണം നമ്മൾ ഒരു എൻഡിൽ നിന്ന് വേണം വർക്ക് സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. വർക്ക് സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുന്നേ 1 മീറ്റർ 200 mm ലെങ്താണെന്ന് ഞാൻ പറഞ്ഞു. ഇതിൻ്റെ ലെങ്ത്ത് 1 മീറ്റർ 200 ആണെന്ന് പറഞ്ഞു. അപ്പോൾ നമ്മൾ എന്ത് വേണം വെച്ച് കഴിഞ്ഞാൽ ഒരു 10 സെൻറ്റി ഇവിടെ 100 mm ഇവിടെ വിട്ടിട്ട് വേണം നമ്മൾ ഡക്റ്റ് ഇൻസുലേഷൻ ചെയ്യാൻ വേണ്ടിയിട്ട്. കാരണം അത് പിന്നീട് ജോയിൻ്റ് അടിക്കുന്നതിനും പിന്നെ അതിനൊക്കെ നമുക്ക് ഇവിടെ മാറ്റിയിട്ടാണ്. ഇവിടെ സിലിക്കോൺ അടിക്കണം, പിന്നെ ജോയിൻ ചെയ്യണം, അത് ഫുള്ള് ഇൻസുലേഷൻ ചെയ്യണം. നമ്മൾ പിന്നെ അത് കട്ട് ചെയ്ത് മാറ്റേണ്ടി വരും. അതുകൊണ്ട് നമ്മൾ ഇൻസുലേഷൻ ചെയ്യുമ്പോൾ ഇത്രയും ഭാഗം മാത്രം ആദ്യം ചെയ്യാം. പിന്നെ കംപ്ലീറ്റ് ഡക്റ്റ് വർക്ക് കഴിഞ്ഞിട്ടാവാൻ വേണം നമ്മൾ ബാക്കിയുള്ള ഭാഗം ഇൻസുലേഷൻ ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ 100 mm ഇവിടെ 2 സ്ഥലത്തും നമ്മൾ ഒഴിവാക്കി വേണം ഇതിൻ്റെ ഇൻസുലേഷൻ ചെയ്യാൻ. അപ്പോൾ നമ്മൾ എത്രയ്ക്ക് കട്ട് ചെയ്യണം ഇൻസുലേഷൻ? അപ്പോൾ ഇത് 100 പ്ലസ് 100 200. ഓക്കെ, അപ്പോൾ 200. പിന്നെ നമ്മൾ കഴിഞ്ഞ ഇതിൽ പറഞ്ഞിരിക്കുന്നത് 500 പ്ലസ് 200 ഇത് 500 ഇത് 200. അപ്പോൾ 1 മീറ്റർ 400 പ്ലസ് എക്സ്ട്രാ 70. 1 മീറ്റർ 470 mm ഇൻസുലേഷൻ എടുക്കണം ഒരു സൈഡ്.
അതിൻ്റെ ആവറേജ് ലെങ്ത്ത്, ഇത് അതിൻ്റെ ലെങ്ത്ത്. ഓക്കെ. വിത്ത് 1 മീറ്റർ 470 ലെങ്ത്ത്. അതിൻ്റെ വിത്ത് വന്നിരിക്കുന്നത് 100. ഇതാണ് നമ്മുടെ അളവ്, ഇൻസുലേഷൻ്റെ അളവ് ഇതാണ്. ഇൻസുലേഷൻ നമ്മൾ കട്ട് ചെയ്യേണ്ടത് ഈ അളവിലാണ്. 500/200 ഒരു ഡക്റ്റിന് നമ്മൾ ഇൻസുലേഷൻ കട്ട് ചെയ്യേണ്ടത് ഈ ഒരു അളവിലാണ്. 1000 × 1 മീറ്റർ 470 ലെങ്ത്ത്. ഓക്കെ. ആ രീതിയിൽ കട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇത് ഇൻസുലേഷൻ ചെയ്യാൻ പറ്റും. ഇൻസുലേഷൻ ചെയ്യാൻ എന്തൊക്കെ ആവശ്യം? ഒന്ന്, ഫസ്റ്റ് നമുക്ക് ഇൻസുലേഷൻ ചെയ്യാൻ വേണ്ടി ആദ്യം ഗ്ലൂ വേണം, ഗ്ലൂ. പിന്നെ അലുമിനിയം ഫോയിൽ ടാപ്പ്, അപ്പോൾ നമ്മൾ ഈ ഡക്റ്റ് ഇൻസുലേഷൻ ചെയ്യാൻ വേണ്ടി ഇൻസുലേഷൻ വേണം, ഗോൾഡ് വേണം, അലുമിനിയം ഫോയിൽ ടാപ്പ് വേണം. എങ്കിൽ മാത്രമേ നമുക്കത് ഇൻസുലേഷൻ ചെയ്യാൻ പറ്റൂ. പിന്നെ ഗോൾഡ് ചെയ്യുന്ന സമയത്ത് നമ്മൾ ഹാൻഡ് ഗ്ലൗസ് യൂസ് ചെയ്യണം, പിന്നെ ഗ്ലൗസ് യൂസ് ചെയ്യണം. ഓക്കെ. ഇതൊക്കെ ആവശ്യമാണ് ഇതിനായിട്ട്. അപ്പോൾ റോൾ ഇൻസുലേഷൻ എങ്ങനെയാണ് ചെയ്യാമെന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലായല്ലോ. റോൾ ഇൻസുലേഷന് നമ്മുടെ ഡക്റ്റിൻ്റെ സൈസിനെക്കാട്ടിയും അതിനെ ടോട്ടൽ ഡിവൈഡ് ചെയ്തിട്ട് ഒരു 70 mm എക്സ്ട്രാ എടുക്കുക. എക്സ്ട്രാ എടുത്ത് കഴിഞ്ഞിട്ട് വേണം നമ്മൾ ഇൻസുലേഷൻ ചെയ്യാൻ. അതിനാവശ്യമായിട്ടുള്ളത് ഗുള് വേണം, അലുമിനിയം ടാപ്പ് വേണം. ഓക്കെ. ഇത് ഇത്രയും മനസ്സിലായി. ഇനി രണ്ടാമത് ബോർഡ് ഇൻസുലേഷൻ. ബോർഡ് ഇൻസുലേഷനും ഇതേ തിയറി തന്നെയാണ്. ഡക്റ്റിൻ്റെ സൈസ് 500 × 200 ലെങ്ത്ത് 1 മീറ്റർ 200 ലെങ്ത്ത്. അപ്പോൾ അത് ചെയ്യുമ്പോൾ ചെറിയൊരു വ്യത്യാസമുണ്ട് ബോർഡ് ഇൻസുലേഷൻ ചെയ്യുമ്പോൾ. അപ്പോൾ നമ്മൾ എന്താ വേണ്ടത്? ബോർഡ് ഇൻസുലേഷൻ ചെയ്യുകയാണെങ്കിൽ ആദ്യം വിത്ത് ചെയ്യാം. വിത്ത് എത്രയാണ്? 500. അപ്പോൾ 2 വശം വിത്ത്, നമ്മൾ ഡക്റ്റിൻ്റെ 2 വശം വിത്ത് ചെയ്തു. അപ്പോൾ അതിന് വേണ്ടിയിട്ട് 500. അത് കഴിഞ്ഞിട്ടാകുമ്പോൾ ഹൈറ്റ് എത്രയാണ് നമ്മൾ ചെയ്യുക? ഈ 500 ചെയ്യുമ്പോൾ നമ്മൾക്ക് എക്സ്ട്രാ ഒരു 50 mm കൂടെ വരും. ഈ 25 ബോർഡ് ഇൻസുലേഷൻ്റെ തിക്നെസ് വരുന്നത് 25 mm ആണെങ്കിൽ ബോർഡ് 25 mm ബോർഡ് ഇൻസുലേഷൻ്റെ തിക്നെസ് 25 ആണെങ്കിൽ അപ്പോൾ നമുക്ക് എത്രക്ക് കട്ട് ചെയ്യണം? ഒരു 500 ഡക്കിന് നമുക്ക് എത്രക്ക് കട്ട് ചെയ്യണം? 500 ഡക്കിന് നമ്മൾ 500 ഡക്കിന് പ്ലസ് 25 രണ്ട് സൈഡും കൂടെ 50 mm എക്സ്ട്രാ കട്ട് ചെയ്യണം. ഓക്കെ. 500 ഡക്കിന് നമ്മൾ ആദ്യം വിത്ത് 2 പീസ് നമ്മൾ 500 കട്ട് ചെയ്തു. അത് കഴിഞ്ഞിട്ടാകുമ്പോൾ 200 സൈഡ് വെക്കുമ്പോൾ നമ്മൾ പ്ലസ് 50 mm വരും. മനസ്സിലായോ? വിത്ത് 500 ആകുമ്പോൾ നമ്മൾ ആദ്യം 2 വശം ചെയ്തു. 2 വശം ചെയ്തു വരുമ്പോൾ ഈ ഡക്കിൻ്റെ ബോർഡ് ഇൻസുലേഷൻ്റെ 25 mm എക്സ്ട്രാ വരും. അപ്പോൾ 250 × 250 ഹൈറ്റ്. അപ്പോൾ 250. അപ്പോൾ ഈ ഇൻസുലേഷൻ ചെയ്യുന്നത് ഇങ്ങനെയാണ്. പിന്നെ ലെങ്ത്ത് 1 മീറ്റർ 200 ഉള്ളത് 100 mm നമ്മൾ ഡിസൈൻ
ഗ്യാപ്പ് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ വീണ്ടും 1 മീറ്ററിൽ ചെയ്യണം. ഓക്കെ, ഇതാണ് ഇത് ലെങ്ത്. അപ്പോൾ ബോർഡ് ഇൻസേർഷൻ നമ്മൾ 500/200 പിന്നെ 1200 ഡക്റ്റിന് നമ്മൾ പിന്നെ 10 സെൻറ്റി അപ്പുറം ഇപ്പുറം വിട്ട് കഴിഞ്ഞു. 1000 ആകുമ്പോൾ പിന്നെ 500-ൻ്റെ 2 പീസ് കട്ട് ചെയ്തു. അത് കഴിഞ്ഞ് 20-ൻ്റെ കട്ട് ചെയ്യുമ്പം ഈ ബോർഡ് ഇൻസേർഷൻ്റെ 2 സൈഡ് കൂട്ടുമ്പോൾ 25 കിട്ടി. പിന്നെ ലെങ്ത്തിന് 1200 എന്നുള്ളത് 2 സൈഡിലും ഗ്യാപ്പ് നോക്കുമ്പോൾ 1000. ഓക്കെ, ഇത്രയും മനസ്സിലായില്ലേ നിങ്ങൾക്ക്? ബോർഡ് ഇൻസേർഷനത് ഇത്രയാണ്. അത് 50 mm ബോർഡ് ഇൻസേർഷൻ ആണെങ്കിലോ ബോർഡ് ഇൻസേർഷൻ്റെ തിക്നെസ് 50 mm ആണെങ്കിൽ നമ്മൾ 500/500 × 200 × 1 മീറ്റർ 200 ലെങ്ത്തിൻ്റെ കട്ട് ചെയ്യുമ്പോൾ 500-ൻ്റെ ഡക്റ്റിന് നമ്മൾ കട്ട് ചെയ്യേണ്ടത് ഒരു സൈഡ് ആദ്യം 500-ൻ്റെ 2 ഡക്റ്റ് 2 പീസ് കട്ട് ചെയ്തു. 500-ൻ്റെ 2 പീസ്. അപ്പോൾ 200-ൻ്റെ 50 mm തിക്നെസ് ആണെങ്കിൽ നമ്മൾ 2 സൈഡ് കൂടി ആകുമ്പോൾ +100 കൂടിയാവും. അപ്പോൾ നമ്മൾ കട്ട് ചെയ്യേണ്ടത് 300 mm. ഓക്കെ, 300 mm ആയിരിക്കും നമ്മളെ ഇൻസുലേഷൻ്റെ ബോർഡ് ഇൻസുലേഷൻ കട്ട് ചെയ്യേണ്ടത്. ഇത് നമ്മളെ മൈൻഡിൽ എപ്പോഴും ഉണ്ടാവണം. ആദ്യം എത്രയാണോ ഡക്റ്റിൻ്റെ വിത്ത് ആദ്യം ചെയ്യുക, അത് കഴിഞ്ഞിട്ട് അതിൻ്റെ കയറ്റി വരുന്ന ഭാഗം നമ്മൾ പ്ലസ് ഈ ഇതിൻ്റെ 2 സൈഡിലോട്ടും ഓവർലോപ്പായിട്ട് വരുന്നത് കൂടെ എക്സ്ട്രാ അഡീഷണലായിട്ട് ചെയ്യണം. ഡക്റ്റിൻ്റെ അളവ് മാത്രം എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഇൻസുലേഷൻ ചെയ്താൽ കിട്ടില്ല. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഇന്ന് റോഡ് ഇൻസുലേഷൻ എങ്ങനെ ചെയ്യാം, ബോർഡ് ഇൻസുലേഷൻ 25 mm എങ്ങനെ ചെയ്യാം, 50 mm എങ്ങനെ ചെയ്യാമെന്നുള്ളതാണ് ഇന്നത്തെ ക്ലാസ്സിൽ. ഇനി ഇതിൻ്റെ ബാക്കി ഭാഗം അടുത്ത ക്ലാസ്സിൽ പറഞ്ഞുതരാം. ഇന്ന് ഇത്രയും പറഞ്ഞ് ഇൻസുലേഷൻ വർക്ക് നമ്മൾ സ്റ്റാർട്ട് ചെയ്തു. ബാക്കി ഇനി ഒരുപാട് കാര്യങ്ങൾ ഇനി വഴിയെ പഠിക്കാനുണ്ട്. അപ്പോൾ അത് അടുത്ത ക്ലാസ്സിൽ പറഞ്ഞുതരാം. എൻ്റെ ക്ലാസ് ഇഷ്ടമാവുകയാണെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. ഓക്കെ, എല്ലാവർക്കും ബൈ.